ഹലോ ഗായ്സ്, മറ്റൊരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ടോപ്പ് ടു ബോട്ടം അനാലിസിസ് നടത്തുന്നതാണ്. അതായത് ഇൻട്രാഡേക്ക് വേണ്ടിയും അടുത്ത ഒരാഴ്ച നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എങ്ങനെയാണ്, എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനാണ് സാധ്യത, അതിൻ്റെ സിനാരിയോസ് എങ്ങനെയാണ് എന്നതെല്ലാം പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ്ഡായി സംസാരിക്കുന്നതാണ്, ഡിഫൈൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഇൻട്രാഡേ സ്റ്റോക്സും സ്വിംഗ് സ്റ്റോക്കുകളും തിരഞ്ഞെടുത്തിട്ടുണ്ട്, പിക്ക് ചെയ്തിട്ടുണ്ട്, പ്യുവർ ബേസ്ഡ് ഓൺ പ്രൈസ് ആക്ഷൻ. ഏതൊക്കെയാണ് ഈ സ്റ്റോക്കുകൾ, എന്തൊക്കെയായിരിക്കണം പ്ലാൻ ഓഫ് ആക്ഷൻ എന്നിവ മനസ്സിലാക്കാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക. മൈ നെയിം ഈസ് ശ്രീനാഥ് ശ്രീധരൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ഓൺ ചാനൽ ഇൻഡെക്സ് ട്രാക്കർ. നമ്മൾ കുറേ നാളുകളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് വൺ ഡേ ടൈം ഫ്രെയിമിനകത്ത് നിഫ്റ്റി ഒരു പോൾ ആൻഡ് ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അപ്പ് സൈഡ് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുക, ഡൗൺ സൈഡ് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുക, ഒരു പോൾ ആൻഡ് ഫ്ലാഗ്. ഈ പോൾ ആൻഡ് ഫ്ലാഗ് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് മുകളിലോട്ട് വരുന്നു, അതിനുശേഷം ഒരു ഏരിയക്കകത്ത് തന്നെ കൺസോളിഡേഷൻ നടക്കുന്നു. ഇത് പ്രോബബിലിറ്റി വളരെ കൂടുതൽ, അതായത് 60 മുതൽ 70% വരെ പ്രോബബിലിറ്റി കൂടുതൽ അപ്പ് സൈഡ് ബ്രേക്ക് ചെയ്യാനാണ്. റൈറ്റ്, അപ്പ് സൈഡ് ബ്രേക്ക് തന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ തരുന്ന സമയത്ത് നമുക്ക് ബൈ ചെയ്യാം. ഇതാണ് ഈ പാറ്റേൺ അർത്ഥമാക്കുന്നത്. പക്ഷേ ലോങ് ടൈം ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഈ അപ്പ് സൈഡ് കാണുന്ന ട്രെൻഡ് ലൈൻ ഇപ്രാവശ്യം ബ്രേക്ക് തന്നിട്ടില്ല. റൈറ്റ്, മുകളിലോട്ട് തന്നു, ഒരു ബ്രേക്ക് ഔട്ട് തന്നു, അതിനുശേഷം സ്റ്റോക്ക് താഴോട്ട് തന്നെ വരികയും ഈ ചാനലിനകത്ത് തന്നെ കൺസോളിഡേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതായിട്ടും കാണാൻ കഴിയുന്നു. ലാസ്റ്റത്തെ 2 ക്യാൻഡിൽസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ബിയറിഷ്നെസ് അർത്ഥമാക്കുന്ന ക്യാൻഡിൽസാണ് ലാസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ ബ്രേക്ക് ഔട്ട്, അതായത് ലാസ്റ്റ് നടന്ന ഈ ബ്രേക്ക് ഔട്ട് ഫെയിൽ ആയതിൻ്റെ പേരിൽ തന്നെ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ നിഫ്റ്റി ഈ ചാനലിനകത്ത് തന്നെ കൺസോളിഡേറ്റ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഇനി ഫ്യൂച്ചറിൽ അത് 1-2 മാസങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ലാസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ ഡ്രോ ചെയ്യാൻ കഴിയും. ഞാനൊന്ന് മാറ്റാം. അതിനുശേഷം ഒരു ട്രെൻഡ് ലൈൻ ലാസ്റ്റ് താഴെ ഒന്ന് ഡ്രോ ചെയ്യാം. ഈ ട്രെൻഡ് ലൈൻ താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ നടത്തിക്കൊണ്ട് ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ തരികയാണ് എങ്കിൽ നിഫ്റ്റിക്ക് അടുത്ത ഉയരങ്ങളിലേക്ക് എത്താൻ, അതായത് ലാസ്റ്റ് ഹൈ ബ്രേക്ക് ചെയ്ത് അടുത്ത ഉയരങ്ങളിലേക്ക് എത്താൻ മിനിമം ഒരു 1-2 മാസമെങ്കിലും എടുക്കാനാണ് സാധ്യത. നമുക്കിനി നിഫ്റ്റിയുടെ ഇൻട്രാഡേ ടൈം ഫ്രെയിം നോക്കാം. 30 മിനിറ്റ്സ് ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 30 മിനിറ്റിൻ്റെ ചാർട്ട്. 30 മിനിറ്റിൻ്റെ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് താഴെ നിന്നും മുകളിലേക്ക് ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഡ്രോ ചെയ്യാൻ കഴിയും. താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, അഗെയിൻ സപ്പോർട്ട്, ലാസ്റ്റ് ഇവിടെ വന്ന് ഒരു സപ്പോർട്ട് എടുത്ത്, അതായത് ലാസ്റ്റത്തെ ട്രേഡിംഗ് ഡേ ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യാം. മുകളിൽ നിന്ന് താഴേക്ക് ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുന്ന സമയത്ത് ഈ ട്രെൻഡ് ലൈനിന് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എഗെയിൻ 200 മൂവിങ് ആവറേജിനകത്ത് ഒരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു പൊസിഷനിലാണ് ഇപ്പം നിഫ്റ്റിയുടെ ഓവറോൾ വ്യൂ നിൽക്കുന്നത് 30 മിനിറ്റ്സ് ചാർട്ടിൽ ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ. സോ നിഫ്റ്റിയിൽ നമ്മളുടെ പ്ലാൻ ഓഫ് ആക്ഷൻ എന്തായിരിക്കണം? സിമ്പിളാണ്. 200 മൂവിങ് ആവറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സോണാണ്. അതുപോലെ തന്നെ താഴെ നിന്ന് വരച്ചിരിക്കുന്ന ഈ ട്രെൻഡ് ലൈനും ഒരു മേജർ സപ്പോർട്ട് സോണാണ്. ഈ രണ്ടും കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 14,700 അതുപോലെ തന്നെ 14,600. റൈറ്റ്, അതുകൊണ്ട് തന്നെ 14,700 മുതൽ 14,600 എന്നത് നമ്മുടെ നോൺ ട്രേഡിംഗ് സോൺ ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? 14,700 മുതൽ 14,600 വരെ നമ്മുടെ നോൺ ട്രേഡിംഗ് സോണാണ്. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ സോണിനകത്താണ് ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. ഒരു പ്രൈസ് ആക്ഷൻ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. അഥവാ നാളെ ഓപ്പൺ ചെയ്യുന്നത് തന്നെ 14,700 മുകളിലാണെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ ക്ലോസ്, ഒരു സസ്റ്റെയിൻ തരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അതിനുശേഷം 14,700 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ട്രേഡ് എന്നത് 14,800 ആയിരിക്കും. ബിക്കോസ് ഓഫ് 14,800 ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് സോണാണ്. പല പ്രാവശ്യം ഇവിടെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ എടുത്തിട്ടുള്ളതായിട്ട് കാണാം. ഞാൻ ഈ ചാർട്ടിനൊന്ന് സൂം ഔട്ട് ചെയ്യുകയാണ്. നമുക്കിവിടെ നോക്കാം.
റെസിസ്റ്റൻസ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആൻഡ് അഗെയിൻ പല പ്രാവശ്യം ഇവിടെ റെസിസ്റ്റൻസും സപ്പോർട്ടും എടുത്തിട്ടുണ്ട്. സോ 14,800 നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്നത് മുകളിലേക്ക് പോകുന്ന സമയത്ത്. അതായത് ഇവിടെ ഒരു സപ്പോർട്ട് ഇവിടെ കൺഫേം ആയിട്ടുണ്ട്. മുകളിൽ നിന്ന് താഴോട്ട് വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ടും കാണിച്ചിട്ടുണ്ട്. 200 മൂവിങ് ആവറേജിലാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. 200 മൂവിങ് ആവറേജിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 14,800 മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഥവാ ഡൗൺ സൈഡ് സിനാരിയോ തരുകയാണെങ്കിൽ നിഫ്റ്റി ലോങ് വ്യൂവിൽ ഒരു ഓവറോൾ വ്യൂവിൽ ബിയറിഷ്നെസ് ആണ് കാണിക്കുന്നത്. സപ്പോസ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സൈഡ് വേസ് ഓപ്പൺ ചെയ്തതിന് ശേഷം 14,600 ലെവൽ താഴത്തേക്ക് ക്ലോസ് തരുകയാണ് എങ്കിൽ ഒരു കൺഫർമേഷൻ ക്യാൻഡലിന് ശേഷം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് 14,500 ആയിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് 14,400 ആയിരിക്കും. ആദ്യത്തെ സപ്പോർട്ട് ലൈൻ കാണുന്നത് 14,500-നകത്താണ്. ലാസ്റ്റ് സ്വിംഗ് ലോ അഗെയിൻ അടുത്ത ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 14,400 ക്ലിയർ. സോ 14,700 ടു 14,600 നോൺ ട്രേഡിംഗ് സോൺ. അപ്സൈഡ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 15 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. 15 മിനിറ്റ് ക്യാൻഡിൽ കൺഫേം തരുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 14,800 ഇത് എക്സ്പെക്റ്റഡ് ടാർഗറ്റാണ്. ഇത് ഞാനൊരു ഷുവറായിട്ട് പറയുന്നില്ല. നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കറിയാം. പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ട്രേഡ് ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 60% മുതൽ 70% വരെയാണ്. ഞാൻ ഈ പ്രോബബിലിറ്റിയുടെ പുറത്താണ് സംസാരിക്കുന്നത്. സോ സാധ്യത പരിഗണിക്കുക. ഓൺ അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. RR റേഷ്യോ പ്രകാരം മാത്രം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. നമുക്കടുത്ത ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകാം. നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയേക്കാൾ കുറച്ചുകൂടെ വീക്കാണെന്ന് കാണാൻ കഴിയുന്നു. നമുക്ക് ലാസ്റ്റ് ട്രേഡിംഗ് സെഷൻ നോക്കാം. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ലാസ്റ്റ് അവേഴ്സ് ബാങ്ക് നിഫ്റ്റിയിൽ വ്യക്തമായൊരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാം. കാണുന്നുണ്ടോ? നിഫ്റ്റിയിൽ ലാസ്റ്റ് അവേഴ്സിൽ ഒരു ബുള്ളിഷ്നെസ് ഫോം ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ആ ബുള്ളിഷ്നെസ് വന്നിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ലാസ്റ്റ് അവേഴ്സിലും വീക്കായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. കണ്ടോ? ബാങ്ക് നിഫ്റ്റിയിൽ ലാസ്റ്റ് അവേഴ്സിൽ ഒരു വീക്ക്നെസ് കാണാൻ കഴിയുന്നുണ്ട്. എപ്പോഴും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഏകദേശം കോറിലേറ്റ് ചെയ്താണ് മൂവ് ചെയ്യാറ്. ബാങ്ക് നിഫ്റ്റി നല്ലൊരു സ്പൈക്ക് അടിക്കുകയാണെങ്കിൽ നിഫ്റ്റിയും അതുപോലെ തന്നെ കയറി പോകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് താഴത്തേക്ക് വരികയാണെങ്കിൽ മറ്റേ സ്റ്റോക്കും അതിനെ ഫോളോ ചെയ്യാനുള്ള സാധ്യതയും നമ്മൾ മാർക്കറ്റിൽ കാണാറുണ്ട്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എപ്പോഴും കോറിലേറ്റ് ആയിരിക്കും. ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രഡേ ടൈം ഫ്രെയിം പറയുകയാണെങ്കിൽ ഞാൻ 30 മിനിറ്റ്സ് ചാർട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കൊരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യാം. അത് നമുക്കൊരു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാര്യങ്ങൾ സംസാരിക്കാം. ഒരു ട്രെൻഡ് ലൈൻ മുകളിൽ വരച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഴയ വീഡിയോസിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ പാറ്റേണിൻ്റെ ഫോർമേഷൻ ഇപ്പോഴും തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു വെഡ്ജ് ക്രിയേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ബ്രേക്ക് ഡൗൺ ഓപ്പൺ ചെയ്തു. ബ്രേക്ക് ഡൗൺ നടന്നു. അതിനുശേഷം അത് റീടെസ്റ്റ് ചെയ്ത് എഗെയിൻ ഡൗൺഫോൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഡൗൺഫോൾ ആയിരുന്നു. ഈ ഡൗൺഫോളിനെ തന്നെ ഞാനൊരു 15 മിനിറ്റ്സ് ചാർട്ടിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് സൂം ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വീണ്ടും എനിക്ക് 2 ട്രെൻഡ് ലൈൻസ് ഡ്രോ ചെയ്യാൻ കഴിയും. ഒന്ന് മുകളിൽ നിന്നും താഴേക്ക്, റൈറ്റ്. അതിനുശേഷം എക്സാക്റ്റ് ഇവിടെ വീണ്ടും ഒരു വെഡ്ജ് ക്രിയേഷൻ നടക്കുന്നുണ്ട്. സോ ഈ വെഡ്ജ് എന്ന് പറയുന്നത് മുകളിൽ വരച്ചിരിക്കുന്ന ഈ വെഡ്ജിൻ്റെ പ്രോബബിലിറ്റി കൂടുതൽ. ഇത് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി അപ്സൈഡ് മൊമെൻറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. പ്രോബബിലിറ്റി കൂടുതൽ ബ്രേക്ക് ഡൗൺ തരാനാണ്. അതുപോലെ തന്നെ മാർക്കറ്റിനകത്ത് ഒരു ബിയറിഷ്നെസ് കാണുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ക്രിയേറ്റ് ആയിരിക്കുന്ന വെഡ്ജ് എന്നത് ഡൗൺ സൈഡ് വെഡ്ജാണ്. ഈ വെഡ്ജിൻ്റെ പ്രോബബിലിറ്റി അപ്സൈഡ് മൊമെൻറ്റം തരാനാണ്. ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് മുകളിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. സോ പ്ലാൻ ഓഫ് ആക്ഷൻ എങ്ങനെയായിരിക്കണം? നമുക്ക് ഈ ഒന്ന് സൂം ഇൻ ചെയ്യാം. അതിനുശേഷം ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്യാം. ഹൊറിസോണ്ടൽ റേ. ഞാനീ വരച്ചിരിക്കുന്ന ലൈൻ എന്നത് അതായത് 32,144 അല്ലെങ്കിൽ 32,150 റേഞ്ച്.
ഈ ഒരു റേഞ്ച് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ കുറച്ച് ക്യാൻഡിൽസ് നോക്കിയാൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ പല സ്ഥലങ്ങളിലും ഈ ഉണ്ടായിരിക്കുന്ന ക്യാൻഡിലുകൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ക്യാൻഡിലുകൾക്കൊക്കെ വളരെ ശക്തിയായ ഒരു ബുള്ളിഷ്നെസ് ഫീൽ ചെയ്യാൻ കഴിയും. ഈ ക്യാൻഡിൽസിൻ്റെയൊക്കെ വിക്കിന് നീളം കൂടുതലാണ്. സോ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആവുകയാണ്. പക്ഷേ ഈ ക്യാൻഡിലിന് താഴെ വിക്ക് വളരെ നീളം കൂടുതലാണെങ്കിൽ, ഇതിൻ്റെ കളർ റെഡ് ആണെങ്കിൽ പോലും ഇതിനൊരു ഗ്രീൻ ക്യാൻഡിലായിട്ടാണ് പ്രിഫർ ചെയ്യേണ്ടത്. കാരണം ലാസ്റ്റ് മൊമെൻറ്റ്സിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് മുകളിലേക്കാണ്, ബൈയിങ്ങിലേക്കാണ്. സോ ക്യാൻഡിലിൻ്റെ കളർ റെഡ് ആണെങ്കിൽ പോലും ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. മനസ്സിലാകുന്നുണ്ടോ? സൈക്കോളജി പരമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊരു ലോജിക്കാണ്. ഒരു ക്യാൻഡിലിൻ്റെ പവർ വന്നിരിക്കുന്നത്, ഒരു പ്രഷർ വന്നിരിക്കുന്നത് മുകളിലേക്കാണ് എങ്കിൽ, ഏറ്റവും കൂടുതൽ പ്രഷർ വന്നിരിക്കുന്നത് മുകളിലേക്കാണ് എങ്കിൽ, ആ ക്യാൻഡിലിൻ്റെ കളർ റെഡ് ആണെങ്കിൽ പോലും അതൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് മാർക്കറ്റിൽ പരിഗണിക്കപ്പെടുക. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ റെഡ് ക്യാൻഡിലുകൾക്കൊക്കെ ഒരു ബുള്ളിഷ്നെസ് ഫീൽ ചെയ്യാൻ കഴിയും. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ലൈനാണ്. ഈ ലൈനിന് താഴെ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നാളെ ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. മുകളിൽ നിന്ന് താഴോട്ട് വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നത് വരെ, ഈ വെഡ്ജിൻ്റെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. അതുവരെ ഈ ഒരു സോൺ എന്നത് നമ്മുടെ നോൺ ട്രേഡിംഗ് സോൺ ആയിരിക്കും. അതായത് ഈ സപ്പോർട്ട് ലൈൻ തൊട്ട് ഈ ലാസ്റ്റ് സ്വിംഗ് ഹൈ വരെയുള്ള 15 മിനിറ്റ്സ് ചാർട്ടിൽ ഈ സോൺ നമ്മുടെ നോൺ ട്രേഡിംഗ് സോൺ ആയിരിക്കും. ഈ സോണിന് മുകളിൽ ബ്രേക്ക് ഔട്ട് നടത്തി ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ തരികയാണെങ്കിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു ടാർഗറ്റ് എന്നത് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോൺ എന്നത് 32,400 സോ ഒരു സേഫ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം 32,400 മുകളിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു റിസ്കി ട്രേഡേഴ്സിന്, ഒരു സ്കാൽപ്പറിന് ഈ സോൺ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഷുവറായിട്ടും 32,400 പോയി റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം മാത്രമായിരിക്കും താഴോട്ട് വരാനുള്ള സാധ്യത. മനസ്സിലാകുന്നുണ്ടോ? സോ 400 മുകളിൽ ഒരു സേഫ് ട്രേഡർക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് 32,600 ആയിരിക്കും. സോ ബുള്ളിഷ്നെസ് കാണിച്ചു തരുന്ന, ബുള്ളിഷിന് പ്രോബബിലിറ്റി ഉള്ള ഒരു പാറ്റേൺ ആണ്, ഒരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ ആണ് ഇപ്പോൾ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ സൈഡ് വേസ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ലൈൻസിനകത്ത് തന്നെ ഒന്ന് കൺസോളിഡേഷൻ ചെയ്തതിന് ശേഷം ഒരു സെക്കൻഡ് ഹാഫിലായിരിക്കും ബ്രേക്ക് ഔട്ട് തരാനുള്ള സാധ്യത. ബ്രേക്ക് ഡൗൺ ഓപ്പൺ ചെയ്യുന്ന സിനാരിയോയിൽ 32,000 ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് സോണാണ്. ഈ 32,000 ബ്രേക്ക് ഡൗൺ നടന്നതിന് ശേഷം മാത്രം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്സൈഡ് മൊമെൻറ്റം ആണെങ്കിൽ നമുക്ക് ട്രേഡ് കുറച്ച് അഗ്രസീവായിട്ട് എടുക്കാൻ കഴിയും. കാരണം പാറ്റേൺ പ്രകാരം, പ്രൈസ് ആക്ഷൻ പാറ്റേൺ പ്രകാരം ബുള്ളിഷ്നെസ് ആണ് കാണാൻ കഴിയുന്നത്. ആൻഡ് 32,000 ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് സോണാണ്. നമുക്കൊരു ലോങ് 1 hour ടൈം ഫ്രെയിം എടുത്ത് അതൊന്ന് ചെക്ക് ചെയ്യാം. 32,000 ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പല പ്രാവശ്യം റെസിസ്റ്റൻസും സപ്പോർട്ടും എടുത്തിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. സോ 32,000 താഴെ ഒരു ബിയറിഷ്നെസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഒരു കൺഫ്യൂസ് ചെയ്യുകയാണ് എന്ന് ചിന്തിക്കരുത്. ഞാൻ കുറേ ബിയറിഷ്നെസ് പറയുന്നുണ്ട്, കുറേ ബുള്ളിഷ്നെസ് പറയുന്നുണ്ട്. സോ ആ ഒരു കൺഫ്യൂസ് ചെയ്യുന്നതായിട്ട് കണക്കാക്കരുത്. നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ് ചെയ്യുകയല്ല, പകരം സിനാരിയോസ് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അഥവാ മനസ്സിലാകുന്നില്ല എങ്കിൽ 1-2 പ്രാവശ്യം ഈ വീഡിയോ കാണുക, പുറകിലേക്ക് പോയി ഒന്നുകൂടെ ഒന്ന് കണ്ടുവരിക, നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകുന്നതാണ്. എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ പ്രോബബിലിറ്റി ഓഫ് സിനാരിയോ, ഹൗ ടു ഐഡൻറ്റിഫൈ എ ചാർട്ട്, ഹൗ ടു ഡ്രോ എ ലൈൻ ഓൺ എ ചാർട്ട് എന്ന് സൈക്കോളജി പരമായാണ് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്, ലോജിക്ക് പരമായാണ്. സോ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഈ കാര്യങ്ങൾ ഡൈജസ്റ്റ് ആകുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്കൊന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. 15 മിനിറ്റ് ചാർട്ടിനകത്ത് ഇൻട്രഡേ ടൈം ഫ്രെയിമിൽ ഒരു ബുള്ളിഷ്നെസ് പാറ്റേൺ ആണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പ് സൈഡ് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം 15 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ് എങ്കിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. അഗ്രസീവ് ട്രേഡേഴ്സിന് 32,400 ടാർഗറ്റ് ഇട്ടുകൊണ്ട് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ തന്നെ 32,300, 350 അതുപോലെ തന്നെ 400 അടുത്തൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ
വെയിറ്റ് ചെയ്യുക 15 മിനിറ്റ് ക്യാൻഡിൽ 32,400 മുകളിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടിയതിന് ശേഷം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായി കൺഫർമേഷൻ ക്യാൻഡിൽ എങ്ങനെ കണ്ടെത്താമെന്ന്. അതായത് ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം അത് ബ്രേക്ക് ഔട്ട് ഫേക്ക് അല്ല കൺഫേം ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിക്കുന്നുണ്ടായി. ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇൻട്രാഡേ സ്റ്റോക്സിലോട്ടും സ്വിംഗ് സ്റ്റോക്സിലോട്ടും പോകാം. നമ്മളിവിടെ ഒരു ട്രെൻഡ് ലൈനാണ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സോണാണ്. സോണും ട്രെൻഡ് ലൈനും ഹൊറിസോണ്ടൽ ലൈനും ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ അതുപോലെ തന്നെ റൗണ്ട് നമ്പേഴ്സോ എന്തുമാകാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലൈനാണ്. കാരണം പല പ്രാവശ്യം ഇത് റെസിസ്റ്റൻസോ അല്ലെങ്കിൽ സപ്പോർട്ടോ എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഒരു സ്റ്റോക്ക് താഴെ നിന്നും മുകളിലേക്ക് ട്രൈ ചെയ്യുകയാണ്. ഈ ട്രൈ ചെയ്യുന്നത് ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ടാണ് അല്ലേ. താഴെ നിന്നും മുകളിലേക്ക് ട്രൈ ചെയ്യുന്നത് ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ടാണ്. സോ ഈ സ്റ്റോക്ക് ഒരു പോയിന്റിൽ ബ്രേക്ക് ഔട്ട് നടത്തി കുറച്ച് മുകളിലോട്ട് പോയി. ഈ ഒരു സിനാരിയോയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ട്രേഡ് കാണുന്നത്. നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണെന്ന് വിചാരിക്കുക. സോ ഇവിടെ ഒരു കൺഫർമേഷൻ നമുക്ക് ആവശ്യമാണ്. ഈ ട്രേഡ് ബ്രേക്ക് ഔട്ട് നടത്തി ഇനി മുകളിലേക്ക് പോകാനാണ് സാധ്യത എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഈ ക്യാൻഡിൽസ് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. സിംഗിൾ ക്യാൻഡിൽസ് നമ്മൾ ടൈം ഫ്രെയിമിന് ഉപയോഗിക്കുന്ന, നമ്മൾ ഏതാണോ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇൻട്രാഡേ ആണോ സ്വിംഗ് ആണോ ലോങ് ടൈം ആണോ എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ വേണം. ആ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇൻട്രാഡേ ടൈം ഫ്രെയിമിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് 5 മിനിറ്റ് ക്യാൻഡിൽ, 15 മിനിറ്റ് ക്യാൻഡിൽ. 15 മിനിറ്റ് ക്യാൻഡിൽ കൺഫർമേഷന് വേണ്ടി ഉപയോഗിക്കും. 5 മിനിറ്റ് ക്യാൻഡിനകത്ത് നമ്മൾ ട്രേഡ് ചെയ്യും. ട്രേഡ് എടുക്കാം, അത് 3 മിനിറ്റിലെ ക്യാൻഡിലും 1 മിനിറ്റ് ക്യാൻഡിൽ എല്ലാം ട്രേഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ മേജറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈം ഫ്രെയിം 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. സോ ഞാൻ 5 മിനിറ്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് എന്ന് വിചാരിക്കുക. എല്ലാ ടൈം ഫ്രെയിമിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ടൈം ഫ്രെയിം കൺഫർമേഷന് വേണ്ടിയിട്ട്, പ്രൈസ് ആക്ഷൻ ബ്രേക്ക് ഔട്ട് കൺഫർമേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ചില ട്രിക്കുകളാണ്. സോ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം 2 സിനാരിയോ ഉണ്ട്, 3 സിനാരിയോ ഉണ്ട് ആക്ച്വലി. ഒരു ബ്രേക്ക് ഡൗൺ തന്നുകൊണ്ട് തന്നെ താഴോട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് കൺസോളിഡേഷൻ നടന്ന് മുകളിലോട്ട് പോകാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്പൈക്ക് അടിച്ച് തന്നെ മുകളിലോട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ ലൈൻ. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് നടത്തി ഇവിടെ ഏതോ എപ്പോഴും ഒരു ക്യാൻഡിൽ, ഒരു സിംഗിൾ ക്യാൻഡിലായിരിക്കും ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ നടത്തുന്നത്. അതിനുശേഷം വരുന്ന ക്യാൻഡിലുകളിലാണ് നമ്മൾ കൺഫർമേഷൻ ക്യാൻഡിൽ തിരയേണ്ടത്. ഇതൊരു ബുള്ളിഷ് പോകാൻ സാധ്യതയുള്ള ക്യാൻഡിലാണെങ്കിൽ സ്റ്റോക്ക് താഴെ വന്നതിന് ശേഷം അഗെയിൻ തിരിച്ച് തന്നെ കയറി ഒരു ബോഡി ഇത്തരത്തിൽ ക്രിയേറ്റ് ആവും. നമ്മൾ കുറച്ച് നേരത്തെ ഈ ക്യാൻഡിലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെഡ് കളറാണെങ്കിൽ പോലും ഗ്രീൻ ആയിട്ട് തന്നെ പ്രിഫർ ചെയ്യുന്നു. ഈ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് തീർച്ചയായും താഴത്തേക്ക് വന്നിട്ടുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ ക്ലോസ് ആയത് തിരിച്ച് മുകളിലേക്ക് കയറിയിട്ടാണ് ക്ലോസ് തന്നിരിക്കുന്നത്. സോ ഇവിടെ ഒരു ബുള്ളിഷ്നെസ് നമുക്ക് കാണാൻ കഴിയും. സോ ഇത്തരത്തിൽ ഈ സപ്പോർട്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, തിരിച്ച് മുകളിലേക്ക് കയറാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഒരു ക്യാൻഡിൽ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു മർബോസു ക്യാൻഡിലാണ്. ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്, ക്ലോസ് ചെയ്തത് ഇവിടെയാണ്. ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. ബ്രേക്ക് ഔട്ടിന് ശേഷം ഓപ്പൺ ചെയ്ത ഒരു ക്യാൻഡിലിൻ്റെ ലോ ഇതാണ്, ഹൈ ഇതാണ്. വിക്ക് അപ്രത്യക്ഷമാണ്, വിക്ക് ഇൻവിസിബിൾ ആണ് ഇതിനകത്ത്. സോ വിക്ക് ഉണ്ടായിട്ടില്ല. ഓപ്പൺ ചെയ്ത പോയിന്റ് തന്നെയാണ് അതിൻ്റെ ലോ, ആ ക്യാൻഡിലിൻ്റെ ലോ. ഹൈ തന്നെയാണ് ക്ലോസിംഗ് പ്രൈസും. ഇത്തരത്തിൽ ഒരു ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിലും അപ്സൈഡ് മൊമെൻറ്റം കൺഫേം ആയി എന്ന് വിശ്വസിക്കാം. അതുപോലെ തന്നെ പ്രത്യേക അർത്ഥങ്ങളൊന്നും ഇല്ലാത്ത അർത്ഥങ്ങളില്ലാത്ത ക്യാൻഡിൽസ് മാർക്കറ്റിനകത്തില്ല. ഞാൻ പറയുന്നത് കോമൺ ആയിട്ടാണ്. ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം കുറേ നാൾ കൺസോളിഡേഷൻ ചെയ്ത് അഗെയിൻ ഇതിനകത്തൊരു റീടെസ്റ്റ് നടത്തി ഈ ഹൈ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ബുള്ളിഷ്നെസ് പോകാനുള്ള ക്യാൻഡിലാണെന്ന് പരിഗണിക്കാം. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. സോ കൺഫർമേഷന് വേണ്ടി ഇത്തരത്തിലുള്ള ക്യാൻഡിൽസ് നമുക്ക് ഉപയോഗിക്കാം. ഒരു ബ്രേക്ക് ഔട്ട് തന്ന സമയത്ത്, ഒരു ബ്രേക്ക് ഔട്ട് തന്ന പോയിന്റിൽ ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്ന ക്യാൻഡിൽ, സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്ക് കാണിക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ്നെസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഈ സപ്പോർട്ട് ആക്ടിവേറ്റ് ആയി എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ തരുന്ന സിനാരിയോസിൽ ബിയറിഷ്നെസ് കാണിക്കുന്ന ക്യാൻഡിൽസ്, ബിയറിഷ് മർബോസു, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഹാമർ, ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിൽസ്, ഇങ്ങനെയുള്ള ക്യാൻഡിൽസ് വരുന്ന സമയത്ത് റെസിസ്റ്റൻസ് ആക്ടിവേറ്റ് ആയി എന്നും പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാനിപ്പോൾ റാൻഡമായിട്ട് പറഞ്ഞാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കാര്യമായി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് സ്റ്റോക്കുകളിലേക്ക് കിടക്കാം. ഇനി നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഞാൻ 30 മിനിറ്റ്സ്
ചാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 15 മിനിറ്റ്സ് ചാർട്ട് ഓപ്പൺ ചെയ്തു. സോ നമുക്ക് ഈ ചാർട്ടിനകത്ത് കാണാൻ കഴിയും, ഈ ട്രെൻഡ് ലൈനിനകത്ത് പല പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ലാസ്റ്റും ഈ ട്രെൻഡ് ലൈനിൽ തന്നെ സപ്പോർട്ട് എടുത്തിട്ടാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. പ്ലസ് ഒരു 200 മൂവിങ് ആവറേജും അവിടെ പ്ലോട്ട് ആയിരിക്കുന്നത് കാണാം. സോ പ്ലാൻ ഓഫ് ആക്ഷൻ വളരെ സിമ്പിളാണ്. SBI ഒരു ബാങ്കിങ് സ്റ്റോക്ക് ആയതിൻ്റെ പേരിൽ തന്നെ നമ്മൾ നിഫ്റ്റി ബാങ്കിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്സൈഡ് മൊമെൻറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള പാറ്റേൺ ആണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ബാങ്ക് നാളെ അപ്സൈഡ് മൊമെൻറ്റം തരികയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അപ്സൈഡ് മൊമെൻറ്റ് തരാനുള്ള സാധ്യത കൂടുതലാണ്. എക്സാക്ട്ലി സപ്പോർട്ട് ലൈനിൽ ടെസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റി അപ്സൈഡ് ആണെങ്കിൽ SBI മുകളിലേക്ക് സഞ്ചരിക്കും. സോ 364 ലാസ്റ്റ് സ്വിംഗ് ഹൈയിൻ്റെ മുകളിൽ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ 364 365 റേഞ്ചിനകത്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത സ്വിംഗ് ഹൈ 372 ടാർഗറ്റ് ഇട്ടുകൊണ്ട് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. അഥവാ ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് ഓപ്പൺ ആണ് തരുന്നത്, ഒരു ബിയറിഷ്നെസ് ആണ് നാളെ ചെയ്യാൻ സാധ്യത എങ്കിൽ കാണാൻ കഴിയുന്നതെങ്കിൽ ഒരു മേജറായിട്ടുള്ള ട്രെൻഡ് ലൈൻ ഇവിടെ ബ്രേക്ക് ഡൗൺ നടന്നു ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടിയതിന് ശേഷം നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. പിവറ്റ് ലൈൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റും SLും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിവറ്റ് ലൈൻസിൻ്റെ ഉപയോഗത്താൽ നിങ്ങൾക്ക് ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. റൈറ്റ്, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സ്റ്റോക്കിലോട്ട് പോകും. അടുത്ത സ്റ്റോക്ക് ബജാജ് ഫിൻസർവ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 30 മിനിറ്റ്സ് ചാർട്ടാണ്. 30 മിനിറ്റ്സ് ചാർട്ടിൽ നോക്കുമ്പോൾ 10970 എന്ന റേഞ്ച്, അതായത് ഈ ഒരു സോൺ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സോണാണെന്ന് കാണാം. എപ്പോഴൊക്കെ ഈ സ്റ്റോക്ക് ഈ ലെവലിൽ എത്തിയിട്ടുണ്ടോ നല്ല രീതിക്കുള്ളൊരു ബൈയിങ് പ്രഷർ കാണാൻ കഴിയും. സ്റ്റോക്ക് ഇവിടെ ബ്രേക്ക് ഔട്ട് നടത്തി നല്ലൊരു ബൈയിങ് പ്രഷർ. അഗെയിൻ അടുത്ത ദിവസം ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ബൈയിങ് പ്രഷർ, അഗെയിൻ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ബൈയിങ് പ്രഷർ. അത്തരത്തിൽ വീണ്ടും 2-3 പ്രാവശ്യം ഈ സ്റ്റോക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാക്ട്ലി നിൽക്കുന്നത് ഒരു ഗ്യാപ്പ് ഡൗണിന് ശേഷം റീടെസ്റ്റ് തരുന്ന സാഹചര്യത്തിലാണ്. സോ ഈ ബ്രേക്ക് ഔട്ട് കൺഫേം ആയിട്ടുണ്ട് എങ്കിൽ, ബ്രേക്ക് ഡൗൺ കൺഫേം ആയിട്ടുണ്ട് എങ്കിൽ ഇതൊരു റീടെസ്റ്റാണ്, ലാസ്റ്റ് കിസ്സാണ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്നത് നാളെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യുകയാണ്, മൊമെൻറ്റം താഴേക്ക് തരികയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 10,800 ആയിരിക്കും നമ്മുടെ 200 മൂവിങ് ആവറേജ്. ഈ 200 മൂവിങ് ആവറേജിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു കയറാനും അഗെയിൻ കൺസോളിഡേറ്റ് ചെയ്യാനുമാണ് സാധ്യത. അഥവാ 200 മൂവിങ് ആവറേജ് ബ്രേക്ക് ഡൗൺ തരികയാണെങ്കിൽ ഒരു ഫർദർ ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം. ബൈയിങ് സിനാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ 30 മിനിറ്റ്സ് ചാർട്ടിനകത്ത് തന്നെ ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യണം. ഈ ട്രെൻഡ് ലൈനിന് മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് തരുന്ന സമയത്ത് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം ബൈയിങ് സിനാരിയോയിൽ. സോ ബിയറിഷ്നെസ് ആണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. സോ താഴോട്ട് വരുന്ന സിനാരിയോ ആകാനാണ് സാധ്യത. ബ്രേക്ക് ഔട്ട് തരികയാണ്, മുകളിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 11,220 ആയിരിക്കും. താഴോട്ട് വരുന്ന സിനാരിയോയ്ക്ക് ഫസ്റ്റ് ടാർഗറ്റ് 10,800 ആയിരിക്കും. റൈറ്റ്, മനസ്സിലാകുന്നുണ്ടോ? അടുത്ത സ്റ്റോക്ക് HCL ടെക് 15 മിനിറ്റ്സ് ചാർട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 2 ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് നമുക്ക് കണക്റ്റ് ചെയ്യാം. ആദ്യത്തെ ട്രെൻഡ് ലൈൻ ഞാൻ മുകളിൽ നിന്നും താഴേക്ക് വരയ്ക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ട്രെൻഡ് ലൈൻ കിട്ടും. അതിനുശേഷം എഗെയിൻ ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യാം താഴെ നിന്ന് മുകളിലേക്ക്. ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേഷൻ ഫോം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വെഡ്ജ് ക്രിയേഷൻ നടക്കുന്നുണ്ട്. 15 മിനിറ്റ്സ് ചാർട്ടിൽ 200 മൂവിങ് ആവറേജ് ടെസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ ട്രെൻഡ് ലൈനും ടെസ്റ്റ് ചെയ്താണ് HCL ടെക് ഇപ്പോൾ നിൽക്കുന്നത്. ലാസ്റ്റത്തെ വോളിയം നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹൈ വോളിയം ക്രിയേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. സോ നാളെ ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ ഫർദർ മൂവ് പ്രതീക്ഷിക്കാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്, എക്സ്പെക്റ്റഡ് ടാർഗറ്റ് എന്നത് ലാസ്റ്റത്തെ സ്വിംഗ് ഹൈ ആയിരിക്കും, അതായത് 916-15 റേഞ്ച്.
അതുപോലെ തന്നെ ഒരു ബിയറിഷ്നെസ് ആണ് ഫോം ആകുന്നത് എങ്കിൽ ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് മേക്ക് ചെയ്തു, ഒരു റെസിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തു എന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ എക്സ്പെക്റ്റഡ് ടാർഗറ്റ് എന്നത് ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും. താഴെ വരച്ചിരിക്കുന്ന ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും എക്സ്പെക്റ്റഡ് ടാർഗറ്റ്. ക്ലിയർ ആകുന്നുണ്ടോ? സോ ഒരു വെഡ്ജ് ക്രിയേഷൻ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ഡൗൺ സൈഡ് മൂവ്മെൻ്റാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ട്രെൻഡ് ലൈനോട് ചേർന്നാണ് ഇപ്പോൾ നിൽക്കുന്നത്. 200 മൂവിങ് ആവറേജും എക്സാക്റ്റ് അവിടെ തന്നെ പ്ലോട്ട് ആയിട്ടുണ്ട്. സോ ഒരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് അപ്സൈഡ് നമുക്ക് പിവറ്റ് റേഞ്ച് വെച്ചു ഇതിനകത്ത് ടാർഗറ്റ് ഡിഫൈൻ ചെയ്യാം. പക്ഷേ ലാസ്റ്റ് സ്വിങ് ഹൈ എന്നത് 920 ആണ്. 920. അതുപോലെ തന്നെ ഡൗൺ സൈഡ് മൊമെൻറ്റം തരികയാണെങ്കിൽ ട്രെൻഡ് ലൈനിനകത്ത് റെസിസ്റ്റൻസ് എടുത്തു എന്ന് കൺഫേം ചെയ്യാം. ഫസ്റ്റ് എക്സ്പെക്റ്റഡ് ടാർഗറ്റ് താഴെ നിന്ന് മുകളിലേക്ക് വരച്ചിരിക്കുന്ന ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും. നമുക്കിനി അടുത്തത് സ്വിങ് സ്റ്റോക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ സ്റ്റോക്ക് സിപ്ല. സിപ്ലയിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ വെച്ച് കണക്ട് ചെയ്യാം. മുകളിൽ നിന്നും താഴേക്കൊരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുകയാണ്. എന്നിങ്ങനെയാണ്. അടുത്ത ട്രെൻഡ് ലൈൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ബിയറിഷ് ട്രെൻഡിനെ കൺഫേം ചെയ്യുന്ന ഇതൊരു ബിയറിഷ് ട്രെൻഡ് സൂചിപ്പിക്കുന്ന ഒരു പാറ്റേൺ ആണ്. സോ സ്റ്റോക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ഡൗൺ സൈഡ് മൊമെൻറ്റമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലാസ്റ്റത്തെ ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു വോളിയത്തിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ലാസ്റ്റ് കിസ് ഇവിടെ നടത്തിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഒരു ബ്രേക്ക് ഔട്ട്, അതിനുശേഷം ലാസ്റ്റ് കിസ്. നാളെ ഈ സ്റ്റോക്ക് അപ്സൈഡ് മൊമെൻറ്റം തരികയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളൊരു മൂവ്മെൻറ്റ് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് 120, 115 മുകളിൽ എൻട്രിയാണ്. SL മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ ട്രെൻഡ് ലൈനിന് താഴെ. എക്സ്പെക്റ്റഡ് ടാർഗറ്റ് എന്നത് 940. 1:2 RR റേഷ്യോയിൽ ഇവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നാളെ ഈ സ്റ്റോക്ക് നാളെ മറ്റന്നാളോ ഒരു സ്വിങ് സ്റ്റോക്കായിട്ട് പരിഗണിക്കണം. ഇൻട്രാഡേക്ക് വേണ്ടിയും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. 914-15 റേഞ്ചിന് മുകളിൽ ബൈ. ടാർഗറ്റ് എന്നത് 914. ഫസ്റ്റ് എക്സ്പെക്റ്റഡ് ടാർഗറ്റ് 914, സെക്കൻഡ് ടാർഗറ്റ് ഈസ് 960. മനസ്സിലാകുന്നുണ്ടോ? ഇത് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ലാസ്റ്റ് കേസ് കൺഫേം ആകുന്നത് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷമാണ്. സോ നാളെ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആകുന്നുണ്ടെങ്കിൽ 9:15 മുകളിൽ 9:15 മുകളിൽ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. എക്സ്പെക്റ്റഡ് ടാർഗറ്റ് 940, 960. നമുക്ക് അടുത്ത സ്റ്റോക്കിലോട്ട് പോകാം. നെക്സ്റ്റ് സ്റ്റോക്ക് സീലാണ്. സീൽ 1 ഡേ ചാർട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ചാനലിനകത്ത് തന്നെ കൺസോളിഡേഷൻ നടത്തുകയായിരുന്നു. അതിനുശേഷം ചെറിയൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുക്കുന്ന തരത്തിലുള്ളൊരു ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. സോ ഈ ക്യാൻഡിലിൻ്റെ ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ ഒരു ബൈ ഇനീഷ്യേറ്റ് ചെയ്യാം. എക്സ്പെക്റ്റഡ് ഫസ്റ്റ് ടാർഗറ്റ് 200 മൂവിങ് ആവറേജ് ആണ്. മനസ്സിലാകുന്നുണ്ട്? ഒരു ചാനലിനകത്ത് ഒരു ട്രേഡിംഗ് കൺസോളിഡേഷൻ, അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് വിത്ത് എ ഗുഡ് വോളിയം. നല്ലൊരു വോളിയത്തിലാണ് ആ ബ്രേക്ക് ഔട്ട് തന്നിരിക്കുന്നത്. അതിനുശേഷം ഒരു സപ്പോർട്ട് എടുക്കുന്നത് കൺഫേം ചെയ്യുന്ന തരത്തിൽ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ നടന്നിട്ടുണ്ട്. സോ നാളെ ഈ ക്യാൻഡിലിന് മുകളിൽ ഒരു ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ, ഒരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് ഏറ്റവും അടുത്ത് കിടക്കുന്ന റെസിസ്റ്റൻസ് 200 മൂവിങ് ആവറേജ്. സിമ്പിൾ അനാലിസിസ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനാലിസിസ് വളരെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ചാർട്ടുകളും നിങ്ങളുടെ ചാർട്ടിനകത്ത് പ്ലോട്ട് ചെയ്ത് സ്വയം അനാലിസിസ് ചെയ്ത് പഠിക്കുക, ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ഒരു ചാർട്ട് അനാലിസിസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ലൈൻ വരയ്ക്കുന്നത്, എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ ചെക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. എല്ലാ സ്റ്റോക്കുകളും ഇതിലിവിടെ കാണിച്ചു തന്നിരിക്കുന്ന എല്ലാ സ്റ്റോക്കുകളിലും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. പാറ്റേൺ പ്രകാരം നിങ്ങളുടെ RR റേഷ്യോ പ്രകാരം സ്യൂട്ടാകുന്ന, നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഇട്ടിട്ട് മാത്രം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. സോ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു, മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.